ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് റമദാൻ 22 അല്ലേ 22 ആയിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. പിന്നെ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോസ് ഫുള്ളായിട്ട് കാണാം, അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എന്തായാലും എടുക്കുന്നുണ്ട്, നമ്മളത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെന്താണ്, അപ്പോൾ നമ്മുടെ എന്താ പറയുക വെറൈറ്റി അതെന്നുള്ള കാണട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അതാ നമ്മൾ നേരെ കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ലമക്കുട്ടി ഇത് ഇവിടെ ഇരിക്കുന്നത് ഫോണാണ്. ഇപ്പം എടുക്കൂല, ഞാനൊക്കെ പണിയുണ്ട് കേട്ടാ, മൂത്തൊക്കെ പണിയുണ്ട്, എടുക്കൂല എടുക്കാനുള്ളതാണ്. പിന്നെ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടാണ് കേട്ടോ. അപ്പോൾ പുട്ടിനുള്ള പൊടി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെയുള്ള തേങ്ങ എന്താണ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെഷ്യൽ ഐറ്റത്തിനുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ നമ്മൾ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. പിന്നെ അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പിന്നെ അതിൻ്റെ ഒരു മൈദപ്പത്തിരി പറ്റിയിട്ട് അത് 4 ആക്കി കട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഒരു കോണാക്കിയിട്ട് നമ്മൾ അത് അമർത്തി കൊടുക്കുക. അതായത് മൈദൻ്റെ ഒന്നും ആവശ്യമില്ല, വേറെ ജസ്റ്റ് പ്രസ് ചെയ്താൽ തന്നെ തൊട്ടിപ്പിടിക്കും. പിന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മസാല കൂട്ട് അതിൽ വെച്ചിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മുടെ ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പിൽ നമ്മൾ മടക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുക. എന്നതിന് ശേഷം അത് പൊരിച്ചെടുക്കുക. പിന്നെ ഞാൻ വേറെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ പൊരിക്കടി ഉണ്ടാക്കുന്നതിന് അത്യാവശ്യം ലേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ ടൈം നമ്മൾ ബാങ്ക് കൊടുക്കാൻ ടൈം ആയപ്പോഴത്തേനും നമ്മുടെ സമോസയും പൊരിക്കടിയും അല്ല എന്താണ് ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ടേബിളിൽ. ഇനി നോമ്പ് തുറക്കാൻ ബാങ്ക് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ മിനി സമോസ കണ്ടില്ല, നല്ലൊരു ഷേപ്പ്, നല്ല ടേസ്റ്റും ഉണ്ട്. അത് എന്താ പറയുക, കാണുന്ന പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആദ്യം ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് എല്ലാവരും നോമ്പൊക്കെ തുറന്നു. ഞാനിങ്ങനെ നോമ്പ് തുറക്കുന്ന ടൈമിൽ വീഡിയോസ് എടുക്കുമ്പോൾ എമിമോൾ ഉണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളൊരു മെഷീനും കൂടെ വീഡിയോ എടുക്കുമെന്ന് പറയും. അവൾക്ക് വീഡിയോയിൽ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവളെയും വീഡിയോസ് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. അവൾ എപ്പോഴും നമ്മളെ കൂടെ നോമ്പൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഞാൻ നല്ല രീതിയിൽ അവളെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ അങ്ങനെ നോമ്പൊക്കെ തുറക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നിസ്കരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ പിന്നെ എന്താണ് നമ്മുടെ അച്ചാറിനുള്ള മാങ്ങ അരിഞ്ഞ് ഇതിനൊന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം നമുക്ക് മറന്നു പോയതാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് പുട്ടും കടലയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, വേറെ ഒന്നുമല്ല. ഞാൻ അത് കഴിച്ചിട്ടില്ല, കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. തോറ്റ് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര എന്തോ ഒരു മടിയാണ്, അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് തിരൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ തിരൂരും പോയപ്പോൾ നമ്മൾ അത് എന്താ പറയുക, ചായ കുടിക്കാനൊരു നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ തിരൂരൊക്കെ പോയി വന്നതിൻ്റെ ശേഷം നമ്മൾ അരിഞ്ഞിട്ടുള്ള മാങ്ങയിട്ട് നമ്മൾ അച്ചാറിടാന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മൾ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ഇത് നമ്മൾ അത്താഴം നീച്ചതിൻ്റെ ശേഷം നമ്മൾ ബോട്ടിലേക്ക് ആക്കുള്ളൂ കേട്ടോ. പിന്നെ ചൂടാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ റമദാൻ വീഡിയോ അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് എന്താണ്, പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ പിന്നെ ഫുഡ് കഴിച്ച വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല, വേറെ ഒന്നുമല്ല, പുട്ടും കടലായിരുന്നു. പുട്ടും കടലായിരുന്നു. അപ്പോൾ ഞാനത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ അത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞത്. പിന്നെ എൻ്റെ ഇടയിൽ നിന്ന് തിരൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം നമ്മൾ അച്ചാറുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അപ്പം നമ്മുടെ ഇന്നത്തെ നോമ്പ് ഇവിടെ കഴിയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ നാളെ കാണാം.